പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകൾ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വലിയ ചാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റിൽ ഏകദേശം 7 ഓക്സോ ആസിഡുകളുടെ പേരും കൊടുത്തിട്ടുണ്ട്, അവരുടെ ഫോർമുല, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ബോൺസ്, പ്രിപ്പറേഷൻ മെത്തേഡ് എല്ലാം ചേർത്തൊരു വലിയ ചാർട്ടായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ടിലുള്ളതും അതുപോലെ ഓക്സോ ആസിഡ്സിന്റെ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രത്യേകതകൾ, ഇതെല്ലാമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ വലിയ ചാർട്ട് പഠിക്കുന്നതിന് മുമ്പ് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം എന്ന് നോക്കിയ ശേഷം നമുക്ക് ആ ചാർട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളെ 2 ഹെഡിങ്ങുകളിലായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് അസ് ആസിഡും ഒന്ന് ഇക് ആസിഡും. പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? അസ് ആസിഡും ഇക് ആസിഡും. അതായത് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളെ തന്നെ നമുക്ക് ഫോസ്ഫോറസ് ആസിഡുകളെന്നും ഫോസ്ഫോറിക് ആസിഡുകളെന്നും തരംതിരിച്ച് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി എന്താണ് ഈ അസ് ആസിഡും ഇക് ആസിഡും തമ്മിലുള്ള വ്യത്യാസം? ഫോസ്ഫോറസ് ആസിഡുകളിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറവായിരിക്കും. ഫോസ്ഫറസ് ഈസ് ഇൻ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഏതൊക്കെയാണ് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ? +1ഉം +3. അപ്പോൾ ഫോസ്ഫറസ് +1 +3 എന്നീ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലായിരിക്കും ഫോസ്ഫോറസ് ആസിഡുകളിൽ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഫോസ്ഫോറിക് ആസിഡിനുള്ള വ്യത്യാസം? ഫോസ്ഫറസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡുകൾ. ഇനി ഏതൊക്കെയാണ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്? +4ഉം +5. അപ്പോ ഫോസ്ഫറസ് ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിലാണ് ഈ ഓക്സോ ആസിഡുകളിൽ കാണപ്പെടുന്നത് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ്? +1 +3 +4 +5. അപ്പൊ +1ലും +3ലും ആണെങ്കിൽ അത് ഫോസ്ഫോറസ് ആസിഡുകളായിരിക്കും. +4ലും +5ലും ആണെങ്കിൽ അത് ഫോസ്ഫോറിക് ആസിഡുകൾ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ ഫോസ്ഫോറസ് ആസിഡുകളുടെയും ഫോസ്ഫോറിക് ആസിഡുകളുടെയും ഒക്കെ പേര് നോക്കുമ്പോൾ നമ്മൾ അതിൽ കാണപ്പെടുന്ന കുറച്ച് വാക്കുകളാണ്. അതിൽ ഓർത്തോ, പൈറോ, ഹൈപ്പോ തുടങ്ങിയ പ്രിഫിക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർത്തോ എന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കുക, അതില് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നില്ലെങ്കിൽ +3 ആയിരിക്കും, അല്ലെങ്കിൽ +5 ആയിരിക്കും. ഇനി പൈറോ എന്ന് കാണുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അതിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നില്ലെങ്കിൽ +3 അല്ലെങ്കിൽ +5. അപ്പോൾ ഓർത്തോയിലും പൈറോയിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏകദേശം ഒരേപോലാണ്. എന്നാൽ എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ഓർത്തോയും പൈറോയും തമ്മിൽ നമുക്ക് എങ്ങനെ തരംതിരിക്കാൻ പറ്റും? ഓർത്തോ എന്ന് കാണുമ്പോൾ ഓർക്കുക, അതിൽ ഒരു ഫോസ്ഫറസ് ആറ്റമേ ഉള്ളൂ. പൈറോയിൽ 2 ഫോസ്ഫറസ് ആറ്റങ്ങൾ ഉണ്ട്. പിന്നെ ഓർത്തോ തന്നെ എടുത്ത് നോക്കിക്കേ. ഓർത്തോ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാകാം, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാകാം. ഇനി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അതിന്റെ പേര് എന്തായിരിക്കും? ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് ആയിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറവുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫോസ്ഫോറസ് ആസിഡ് എന്നാണ്. ഇനി ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണെങ്കിലോ അത് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും. ഇനി പൈറോ ആണെങ്കിലോ +3 ആണ് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിൽ പൈറോ ഫോസ്ഫോറസ് ആസിഡ് ആയിരിക്കും. ഇനി +5 ആണെങ്കിൽ പൈറോ ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും. അപ്പൊ ഓർത്തോയും പൈറോയും പ്രിഫിക്സ് വരുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹൈപ്പോ. ഹൈപ്പോ എന്ന് പ്രിഫിക്സ് വന്നാൽ ആ ഓക്സോ ആസിഡിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നില്ലെങ്കിൽ +1 ആയിരിക്കും, അല്ലെങ്കിൽ +4 ആയിരിക്കും. +1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്. +4 ആണെങ്കിൽ ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡ്. ഇനി ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിലും ഹൈപ്പോഫോസ്ഫോറിക് ആസിഡിലും ഫോസ്ഫറസ് ആറ്റങ്ങളുടെ എണ്ണം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഫോസ്ഫോറസിൽ 1 ഫോസ്ഫറസ് ആറ്റമേ ഉള്ളൂ, ഫോസ്ഫോറിക്കിൽ 2 ഫോസ്ഫറസ് ആറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഓക്സോ ആസിഡുകളുടെ പേര് പഠിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഫോസ്ഫറസ് ഈ ഓക്സോ ആസിഡുകളിൽ 4 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ കാണപ്പെടും. +1 +4 +3 +5. അതിൽ ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളവയെയാണ് നമ്മൾ ഫോസ്ഫോറിക് ആസിഡുകൾ എന്ന് പറയുന്നത്. താഴ്ന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളവയാണ് നമ്മൾ ഫോസ്ഫോറസ് ആസിഡുകൾ എന്ന് പറയുന്നത്. താഴ്ന്നതെന്ന് പറഞ്ഞാൽ +1ഉം +3, ഉയർന്നതെന്ന് പറഞ്ഞാൽ +4ഉം +5ഉം. പിന്നെ പ്രിഫിക്സ് ആയിട്ട് ഓർത്തോ, പൈറോ, ഹൈപ്പോ എന്നീ വാക്കുകളും വരും. കൂടാതെ മെറ്റ എന്നുള്ള ഒരു പ്രിഫിക്സും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ
പഠിച്ചു വരുമ്പോൾ വഴിയെ നമുക്ക് പഠിക്കും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ ഓക്സോ ആസിഡുകളുടെ പേര് പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്കിനി 2 ഹെഡിങ്ങുകളിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിലാദ്യം ഫോസ്ഫോറസ് ആസിഡുകളെ കുറിച്ച് ആദ്യം പഠിക്കാം. ഫോസ്ഫോറസ് ആസിഡുകൾ 3 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്, അതിന്റെ മറ്റൊരു പേരാണ് ഫോസ്ഫിനിക് ആസിഡ്. അടുത്തത് ഓർത്തോഫോസ്ഫോറസ് ആസിഡ്, അതിന്റെ മറ്റൊരു പേരാണ് ഫോസ്ഫോണിക് ആസിഡ്. ഇനി മൂന്നാമത്തെയാണ് പൈറോഫോസ്ഫോറസ് ആസിഡ്. ഇനി ഇതിന്റെ ഫോർമുല നോക്കിക്കേ. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിന്റെ ഫോർമുല H3PO2, ഓർത്തോഫോസ്ഫോറസ് ആസിഡിന്റെ ഫോർമുല H3PO3, പൈറോഫോസ്ഫോറസ് ആസിഡിന്റെ ഫോർമുല H4P2O5. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫോസ്ഫോറസ് ആസിഡുകളിൽ +1ഉം +3ഉം ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ ആദ്യത്തെ ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ഓർത്തോയിൽ +3 ആണ്, പൈറോയിലും +3 ആണ്. ഇനി നമ്മൾ ഫോസ്ഫറസ് ആറ്റങ്ങളുടെ എണ്ണം കൂടി ഒന്ന് നോക്കിക്കേ. ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡിൽ എത്ര ഫോസ്ഫറസ് ആറ്റങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഒരു ഫോസ്ഫറസ് ആറ്റം. ഇനി ഓർത്തോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഫോസ്ഫറസ് ആറ്റമേ ഉള്ളൂ. പൈറോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഫോസ്ഫറസ് ആറ്റങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും ഓക്സോ ആസിഡ് തന്നിട്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അറിയാലോ. നമ്മൾ നൈട്രജന്റെ ഓക്സോ ആസിഡുകൾ പഠിച്ചപ്പോ അതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഫോസ്ഫോറസ് ആസിഡുകളിൽ ഏതൊക്കെ ഓക്സീകരണാവസ്ഥയിലാണ് കാണപ്പെടുന്നത്? +1, +3 എന്നീ ഓക്സീകരണാവസ്ഥയിലാണ് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഓക്സോ ആസിഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ ഓക്സോ ആസിഡുകളുടെ ബേസിസിറ്റിയും റെഡ്യൂസിങ് പ്രോപ്പർട്ടിയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്ന 2 ടോപ്പിക്കുകളാണ് ബേസിസിറ്റിയും റെഡ്യൂസിങ് പ്രോപ്പർട്ടിയും. ആദ്യം നമുക്ക് ബേസിസിറ്റി നോക്കാം. ഈ ഓക്സോ ആസിഡുകളുടെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ അതിൽ പ്രധാനമായും കാണുന്ന 2 തരം ബോണ്ടുകളാണ് POH ബോണ്ടും PH ബോണ്ടും. അപ്പോൾ POH ബോണ്ട് എല്ലാ ഓക്സോ ആസിഡുകളിലും കാണപ്പെടുന്ന ഒരു ബോണ്ടാണ്. പക്ഷെ PH ബോണ്ട് എല്ലാ ഓക്സോ ആസിഡുകളിലും കാണണമെന്നില്ല. അപ്പൊ ഈ POH ബോണ്ടിലെ ഓക്സിജനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തെ മാത്രമേ നമുക്ക് അയണൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അയണൈസ് ചെയ്യുന്ന ഹൈഡ്രജൻ അയോണുകൾ ആണ് ബേസിസിറ്റിക്ക് കാരണം. ഈ ആസിഡിന്റെ ബേസിസിറ്റിക്ക് കാരണം ഇങ്ങനെ അയോണീകരിക്കപ്പെടുന്ന POH ബോണ്ടിലെ ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. എന്നാൽ PH ബോണ്ടിലെ ആറ്റങ്ങൾ H+ അയോണുകളായിട്ട് അയണീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ എത്ര POH ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാണ് നമ്മൾ ബേസിസിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ആസിഡിന്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് എത്ര H+ അയോണുകളെ നമുക്ക് അയണൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളെ നമുക്ക് അയണൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബേസിസിറ്റിയെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്ത് റെഡ്യൂസിങ് പ്രോപ്പർട്ടി എന്താണ്? നിരോക്സീകരണ സ്വഭാവം. POH ബോണ്ടിന്റെ കൂടെ നമ്മൾ പറഞ്ഞ മറ്റൊരു ബോണ്ടാണ് PH ബോണ്ട്. ഒരു ഓക്സോ ആസിഡിൽ എത്ര PH ബോണ്ട് ഉണ്ട് എന്നത് നോക്കിയാണ് ആ ആസിഡിന്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. ഈ PH ബോണ്ടിലുള്ള ഹൈഡ്രജൻ ആണ് റെഡ്യൂസിങ് സ്വഭാവത്തിന് കാരണം. അപ്പൊ എത്ര PH ബോണ്ട് ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ റെഡ്യൂസിങ് ഗുണവും കൂടിയിരിക്കും. ഇപ്പൊ ഓക്സോ ആസിഡ് ആയ H3PO2 നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ എല്ലാ സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ H3PO2 എന്ന് പറയുന്ന ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാരണം ഇതിൽ 2 PH ബോണ്ടുകളുണ്ട്. അപ്പൊ PH ബോണ്ടുകളുടെ എണ്ണം കൂടിയാൽ നമുക്കത് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഇത് സിൽവർ നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്ത് സിൽവർ ആക്കി മാറ്റുന്ന ഒരു റിയാക്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരുടെ സ്ട്രക്ചറും ഇവരെ പരസ്പരം എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുമാണ്. അപ്പൊ ഈ 3 ഫോസ്ഫോറസ് ആസിഡുകളിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഓർത്തോഫോസ്ഫോറസ് ആസിഡിനെ കുറിച്ചാണ്. അതിനെ നമ്മൾ ഓർത്തോ എന്ന് പറയാതെ വെറുതെ ഫോസ്ഫോറസ് ആസിഡ് എന്നും പറയാറുണ്ട്. അപ്പൊ വെറുതെ ഫോസ്ഫോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർത്തോഫോസ്ഫോറസ് ആസിഡ് ആണ്. ഇനി അതിന്റെ ഫോർമുല ആദ്യം പഠിച്ചു വെക്കുക, H3PO3. അപ്പൊ ഫോസ്ഫോറസ് ആസിഡുകൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ആസിഡ് ആണ് ഓർത്തോഫോസ്ഫോറസ് ആസിഡ്. ഇതിന്റെ ഫോർമുല H3PO3. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന നടുക്കുള്ള സ്ട്രക്ചർ ആണ് ഫോസ്ഫോറസ് ആസിഡിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിന്റെ ഫോർമുല H3PO3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോസ്ഫറസിന്റെ +3. ഇനി ഇതൊരു ഡൈബേസിക് ആസിഡ് ആണെന്ന് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ് കാരണം? അതിൽ എത്ര POH ബോണ്ട് ഉണ്ട്? 2 POH ബോണ്ട് ഉണ്ട്. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ നമ്മൾക്ക് അയണൈസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡൈബേസിക് എന്ന് വിളിക്കുന്നത്. ഈ ഫോസ്ഫോറസ് ആസിഡിന്റെ 2 മോളിക്യൂൾസ് തമ്മിൽ ചേർത്ത ശേഷം അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആസിഡിന്റെ പേരാണ് പൈറോഫോസ്ഫോറസ് ആസിഡ്.
അപ്പൊ ആ ലിസ്റ്റിൽ നമ്മൾ മൂന്നാമത് പഠിച്ച ആസിഡാണ് പൈറോഫോസ്ഫോറസ് ആസിഡ്. അപ്പൊ അതിന്റെ ഫോർമുല എന്ത് വരും? H3PO3 2 മോളിക്യൂൾ എടുക്കുമ്പോൾ ഫോർമുല എന്തായി? H6P2O6 എന്ന് വരും. ഇനി അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ കളഞ്ഞാൽ നമുക്ക് ഫോർമുല എന്ത് കിട്ടും? H4P2O5. ഫോർമുല പഠിക്കാൻ എളുപ്പത്തിനാണ്. ഫോസ്ഫോറസ് ആസിഡ് 2 മോളിക്യൂൾ ചേർക്കുക, അതിൽ നിന്നൊരു വാട്ടർ മോളിക്യൂൾ കളയുക. അപ്പൊ കിട്ടുന്ന സ്ട്രക്ചർ ആണ് നമ്മൾ ഫോസ്ഫോറസ് ആസിഡിന്റെ വലതുവശത്ത് കാണുന്നത്, പൈറോഫോസ്ഫോറസ് ആസിഡ്. ഇനി ഇതിൽ എത്ര POH ബോണ്ട് ഉണ്ട്? 2 POH ബോണ്ടാണുള്ളത്. അപ്പൊ ഇതിന്റെയും ബേസിസിറ്റി 2 ആണ്, അതായത് ഇതൊരു ഡൈബേസിക് ആസിഡ് ആണ്. ഇതിലും ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇനി ഫോസ്ഫോറസ് ആസിഡിന്റെ ഇടതുവശത്ത് നോക്കുക. ഫോസ്ഫോറസ് ആസിഡിൽ നിന്ന് ഒരു ഓക്സിജൻ കളഞ്ഞാൽ എന്തായിരിക്കും സ്ട്രക്ചർ? അപ്പോൾ ഒരു OH നിന്ന് ഒരു ഓക്സിജൻ കളഞ്ഞു, അപ്പൊ അവിടെ എന്തായി മാറി? H ആയിട്ട് മാറി. അപ്പോൾ ഇതിന്റെ ഫോർമുല എന്ത് വരും? H3PO3 നിന്ന് ഒരു ഓക്സിജൻ കളഞ്ഞാൽ H3PO2. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിൽ ആദ്യം പഠിച്ച ആസിഡ്. ഇതിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരുന്നു? +1 ആണ്. ഇനി ഇതിൽ എത്ര POH ബോണ്ട് ഉണ്ട്? ഒരു POH ബോണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു മോണോബേസിക് ആസിഡ് ആണ്. അപ്പോൾ ഫോർമുല പഠിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാണ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ആസിഡിന്റെയും ഫോർമുലയും സ്ട്രക്ചറും പഠിച്ചു വയ്ക്കുക. ആദ്യത്തെ ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് H3PO2, രണ്ടാമത്തത് ഫോസ്ഫോറസ് ആസിഡ് H3PO3, അടുത്തത് പൈറോഫോസ്ഫോറസ് ആസിഡ് H4P2O5. ഇപ്പൊ ഫോസ്ഫോറസ് ആസിഡുകളെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോസ്ഫോറിക് ആസിഡുകളാണ്. ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 4 ഫോസ്ഫോറിക് ആസിഡുകളാണ്. അതിൽ ഒന്നാമത്തത് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്, ഫോർമുല H4P2O6, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. രണ്ടാമത്തത് ഓർത്തോഫോസ്ഫോറിക് ആസിഡ് H3PO4, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. അടുത്തത് പൈറോഫോസ്ഫോറിക് ആസിഡ് H4P2O7, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. മെറ്റാഫോസ്ഫോറിക് ആസിഡ് HPO3N, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഫോസ്ഫോറിക് ആസിഡുകളിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയായിരിക്കും? +4 അല്ലെങ്കിൽ +5 ആയിരിക്കും. അപ്പൊ ആദ്യത്തിന്റെ മാത്രമേ ഉള്ളൂ +4, ബാക്കി 3 ആസിഡുകളുടെയും +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ പേര് ഏകദേശം മനസ്സിലായല്ലോ. ഹൈപ്പോ, ഓർത്തോ, പൈറോ, മെറ്റ. ഫോസ്ഫോറസ് ആസിഡ് പഠിച്ച പോലെ തന്നെയാണ്, പക്ഷെ നാലാമത് ഒരു ആസിഡും കൂടി വരുന്നുണ്ട്, മെറ്റ ഫോസ്ഫോറിക് ആസിഡ്. ഇനി ഫോസ്ഫോറസ് ആസിഡ് പഠിച്ച പോലെ തന്നെ ഇതിലും എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രക്ചറും അതുപോലെ ഫോർമുലയും പഠിച്ചു വെക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ആദ്യം ആദ്യത്തെ ലൈനിൽ നടുക്ക് കൊടുത്തിരിക്കുന്നതാണ് ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഓർത്തോഫോസ്ഫോറിക് ആസിഡിനെ നമ്മൾ വെറുതെ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയാറുണ്ട്, ഓർത്തോഫോസ്ഫോറസ് ആസിഡ് പറഞ്ഞ പോലെ തന്നെ. ഇനി ഇതിന്റെ ഫോർമുല എന്താണ്? H3PO4, ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. പിന്നെ ആ സ്ട്രക്ചർ നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് 3 POH ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രൈബേസിക് ആസിഡ് ആണ്. ഇനി ഫോസ്ഫോറസ് ആസിഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇത് 2 മോളിക്യൂൾ കൂട്ടിച്ചേർത്ത ശേഷം അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ നമ്മൾ റിമൂവ് ചെയ്താൽ ഫോർമുല എന്താകും? H4P2O7. അപ്പോൾ ഈ ഫോർമുലയിലുള്ള ഓക്സോ ആസിഡിന്റെ പേരാണ് പൈറോഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറസ് ആസിഡിന്റെ കേസിലായിരുന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പൈറോഫോസ്ഫോറസ് ആസിഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ പൈറോഫോസ്ഫോറിക് ആസിഡ് എന്നാണ്. ഇനി ഇടതുവശത്തേക്ക് നോക്കുക. ഫോസ്ഫോറിക് ആസിഡിന്റെ ഇടതുവശത്ത് നോക്കുക. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഫോസ്ഫോറിക് ആസിഡിൽ നിന്ന്, അതായത് ഓർത്തോഫോസ്ഫോറിക് ആസിഡിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ കളഞ്ഞു. കൂട്ടിച്ചേർക്കുന്നൊന്നുമില്ല, വെറുതെ ഒരു വാട്ടർ മോളിക്യൂൾ കളഞ്ഞു. അപ്പൊ എന്ത് പറ്റും? H3PO4 എന്നുള്ളത് എന്തായി മാറി? HPO3 എന്നായി മാറി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ആ ലിസ്റ്റിൽ 4ാമത് പഠിച്ച ആസിഡ്. ഈ ആസിഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പോളിമെറിക് ഫോമിലാണ് കാണപ്പെടുന്നത്. ചെയിൻ ഫോമിലും അതുപോലെ റിംഗ് ഫോമിലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ HPO3 എന്നാണ് നമ്മൾ അതിന്റെ ഫോമുല എഴുതുന്നത്. അതിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഇത് അതിന്റെ ഒരു യൂണിറ്റ് നോക്കുവാണെങ്കിൽ അതൊരു മോണോബേസിക് ആസിഡ് ആണ്. ഇനി അടുത്തത് പൈറോഫോസ്ഫോറിക് ആസിഡ്. ആ ലൈനിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വലതുവശത്ത് എഴുതിയിരിക്കുന്ന ഈ പൈറോഫോസ്ഫോറിക് ആസിഡ് നോക്കുക. അതിൽ നിന്ന് ഒരു ഓക്സിജൻ ആറ്റം കളയുക. അപ്പൊ ആ നടുക്കുള്ള ഓക്സിജൻ ആറ്റം പോയി എന്ന് വിചാരിക്കുക. അപ്പൊ പൈറോഫോസ്ഫോറിക് ആസിഡ് കണ്ടല്ലോ, അതിന്റെ നടുക്കൊരു ഓക്സിജൻ കണ്ടില്ലേ? ആ ഓക്സിജനെ കളഞ്ഞാൽ സ്ട്രക്ചർ എന്ത് വരും? താഴെ എഴുതിയിരിക്കുന്നതാണ് അതിന്റെ സ്ട്രക്ചർ. ആ ആസിഡിന്റെ പേരാണ് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഹൈപ്പോഫോസ്ഫോറിക് ആസിഡിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അപ്പോ ഇതിൽ എത്ര POH ബോണ്ട് ഉണ്ട്? 4 POH ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ബേസിസിറ്റി 4 ആണ്. അതിനെ നമ്മൾ ടെട്രാ ബേസിക് എന്ന് പറയും. അപ്പോൾ ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച 4 ഫോസ്ഫോറിക് ആസിഡുകളുമായി
ഏതൊക്കെയാണ്? ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡായി, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡായി, പൈറോ ഫോസ്ഫോറിക് ആസിഡായി, മെറ്റാ ഫോസ്ഫോറിക് ആസിഡുമായി. ഇനി അഞ്ചാമതായിട്ട് ഒരു ഫോസ്ഫോറിക് ആസിഡും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെസ്റ്റിൽ ഇല്ലെങ്കിലും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഓക്സോ ആസിഡ് ആണ്. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ആണ് പ്രധാന കേന്ദ്രം. അവിടെ നിന്ന് വേണം നമ്മൾ റിയാക്ഷൻസ് ഒക്കെ പഠിക്കാൻ. അപ്പൊ ആ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡിലേക്ക് ഒരു ഓക്സിജൻ കൂടി ചേർത്താൽ അവിടെ എന്ത് സംഭവിക്കും? പി കഴിഞ്ഞ് നും ഇടയ്ക്ക് ഒരു ഓക്സിജൻ വരുന്നു. ഈ ലിങ്കേജിന് നമ്മളൊരു പ്രത്യേക പേര് പറയും, പെറോക്സൈഡ് ലിങ്കേജ് എന്ന് പറയും. ഇപ്പോൾ ഈ ആസിഡിന്റെ പേര് പെറോക്സോ മോണോ ഫോസ്ഫോറിക് ആസിഡ് എന്നാണ്. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഇതിന്റെ ഫോർമുല H3PO4 ആണ്. ഫോസ്ഫോറിക് ആസിഡ് ഒരു ഓക്സിജൻ കൂട്ടുമ്പോൾ H3PO5 എന്നാകും. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ എൻട്രൻസിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് പെറോക്സൈഡ് ലിങ്കേജിൽ വരുന്ന ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 എന്നെടുത്ത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 3 ഓക്സിജന്റെ -2 ആയിട്ട് തന്നെ എടുക്കുക ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പെറോക്സൈഡ് ലിങ്കേജിൽ വന്നിരിക്കുന്ന 2 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? -1 ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും -1. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുകയുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ 3 ഫോസ്ഫോറസ് ആസിഡും പഠിച്ചു, അതുപോലെ 4 ഫോസ്ഫോറിക് ആസിഡും പഠിച്ചു. കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ഫോസ്ഫോറിക് ആസിഡ് കൂടി, പെറോക്സോ മോണോ ഫോസ്ഫോറിക് ആസിഡ് കൂടി പഠിച്ചു. അപ്പൊ ഈ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഓക്സോ ആസിഡ്, അതായത് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളിൽ പ്രധാനമായും P ഡബിൾ ബോണ്ടോ ബോണ്ടും ഉണ്ടാകും, അതുപോലെ ഒരു POH ബോണ്ടും ഉണ്ടാകും. ഇനി ഇത് കൂടാതെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5, ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 കുറവുള്ള ആസിഡുകളിൽ അഡീഷണൽ ആയിട്ട് 2 ബോണ്ടുകൾ കൂടി കാണാറുണ്ട്, PP ബോണ്ടും PH ബോണ്ടും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ, രണ്ടും കൂടി ഒരുമിച്ച് കാണൂല. ഏതെങ്കിലും PP ഓർ PH ബോണ്ട് കൂടി കാണാറുണ്ട്. അപ്പൊ ഈ 4 ബോണ്ടുകളും ഏതൊക്കെ ആസിഡുകളിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വലിയ ചാർട്ട് നോക്കുക. അപ്പൊ ഇനി നോക്കിക്കേ, പേരെല്ലാം ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്, ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്, പൈറോ ഫോസ്ഫോറസ് ആസിഡ്. അതാണ് 3 ഫോസ്ഫോറസ് ആസിഡുകൾ. ഇനി അടുത്ത താഴോട്ട് വരുന്ന ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡ്, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്, പൈറോ ഫോസ്ഫോറിക് ആസിഡ്, മെറ്റാ ഫോസ്ഫോറിക് ആസിഡ്. ഇതാണ് 4 ഫോസ്ഫോറിക് ആസിഡുകൾ. ഫോസ്ഫോറസ് ആസിഡുകളുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലോവർ ആയിരിക്കും. ഫോസ്ഫോറിക് ആസിഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആയിരിക്കും, അതായത് +4ഉം +5. ഇതിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ഡയഗ്രവും നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വരച്ച ചില ഓക്സോ ആസിഡുകളുടെ സ്ട്രക്ചർ മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ ആദ്യത്തത് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്, അടുത്തത് പൈറോ ഫോസ്ഫോറിക് ആസിഡ്, പിന്നെ അടുത്തത് ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്. അവിടെ H റെഡായിട്ട് കാണിച്ചിരിക്കുന്നത് ആ PH ബോണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്, ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്. കാരണം എന്താണ്? അതിനകത്ത് 2 PH ബോണ്ടുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെറ്റാ ഫോസ്ഫോറിക് ആസിഡ് ആണ്. മെറ്റാ ഫോസ്ഫോറിക് ആസിഡ് പോളിമറിക് ഫോമിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. അതിന്റെ 2 രീതിയാണ് കാണിച്ചിരിക്കുന്നത്, സൈക്ലോ ട്രൈമെറ്റാ ഫോസ്ഫോറിക് ആസിഡും പോളിമെറ്റാ ഫോസ്ഫോറിക് ആസിഡും. അപ്പൊ അതിന്റെ ഡയഗ്രം കൂടി ഒന്ന് നോക്കി വെക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് വെൻ H3PO3 ഈസ് ഹീറ്റഡ്? അതായത് നമ്മുടെ ഫോസ്ഫോറസ് ആസിഡ്, ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു മൂലകത്തിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കും. അപ്പൊ ഇവിടെ ഓർത്തോ ഫോസ്ഫോറസ് ആസിഡിലെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ഫോസ്ഫോറിക് ആസിഡും ഫോസ്ഫീനുമായിട്ട് മാറുന്നു. ഫോസ്ഫോറിക് ആസിഡിൽ +5 ആണ് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഫോസ്ഫീനിൽ -3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന് ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം സംഭവിച്ചു. അപ്പൊ ഈ റിയാക്ഷനും അതിന്റെ ഈക്വേഷനും പഠിച്ചു വെക്കുക. ഇനി അടുത്ത വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫോസ്ഫോറസ് ആസിഡ് തന്നിട്ടുണ്ട്, ഫോസ്ഫോറിക് ആസിഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ ബേസിസിറ്റിയെ കുറിച്ചാണ് ചോദ്യം. 2ലും 3 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ഫോസ്ഫോറിക് ആസിഡ് ട്രൈബേസിക് ആണ്, പക്ഷേ ഫോസ്ഫോറസ് ആസിഡ് ഡൈബേസിക് ആണ്. എന്താണ് കാര്യം? ഇപ്പം ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫോസ്ഫോറിക് ആസിഡിൽ 3 POH ബോണ്ടുണ്ട്, പക്ഷേ
ഫോസ്ഫോറസ് ആസിഡിൽ എത്ര POH ബോണ്ടേ കാണുള്ളൂ? 2 POH ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫോസ്ഫോറസ് ആസിഡ് ഡൈബേസിക്കും ഫോസ്ഫോറിക് ആസിഡ് ട്രൈബേസിക്കും ആവും. അപ്പൊ ഇതിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇനി അടുത്തൊരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. H3PO2 ഒരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞു. ഇത് എങ്ങനെ വിശദീകരിക്കും? അതിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു വെച്ചിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. H3PO2 എത്ര PH ബോണ്ടുകളുണ്ട്? 2 PH ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ പിയുമായി നേരിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടിക്ക് കാരണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ട്രക്ചർ, അതിന്റെ ബേസിസിറ്റി, അതിന്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി, പിന്നെ ഇവ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഫോമുലയും സ്ട്രക്ചറും ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ആ ചാർട്ട് നോക്കി മാത്രം നമ്മൾ കാണാതെ പഠിച്ചാൽ അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന്റെ കൺവേർഷൻ മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം.